ഓക്കെ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ 16th എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതമായ SSTF അൽഗോരിതമാണ്. അത് ക്വസ്റ്റ്യൻ ഇതാണ്. അത് നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് SSTF ലുക്ക് സി സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ SSTF ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി പ്രോബ്ലം ആയി മാറും. നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ ആ മൂന്ന് വീഡിയോ ആയിട്ടാണ് അത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ SSTF ക്വസ്റ്റ്യൻ 3ലും ഒരേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമുലേറ്റ് ദ SSTF ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആസ് ഫോളോസ്. Your program will service a disk with 5000 cylinders numbered 0 to 4999. The program will generate the random series of 10 cylinder requests and service them according to the SSTF algorithm. The program will be based on the initial position of the disk head as a parameter on the command line and will report the total number of head movements required by the SSTF algorithm. ഇപ്പം നമ്മുടെ ഡിസ്ക് ഷെഡ്യൂളിംഗ് നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ ഡിസ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറേ സിലിണ്ടേഴ്സ് വെച്ചിട്ടാണ്. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 5000 സിലിണ്ടേഴ്സാണ് നമ്മുടെ ഡിസ്കിനകത്ത് ഉള്ളത്. അതിൻ്റെ നമ്പർ ചെയ്തിരിക്കുന്നത് 0 to 4999, 0 മുതൽ 4999, അങ്ങനെ 5000 സിലിണ്ടേഴ്സാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്കിനകത്ത് ഉള്ളത്. ദ പ്രോഗ്രാം ജനറേറ്റ് എ റാൻഡം സീരീസ് ഓഫ് 10 സിലിണ്ടേഴ്സ്. അപ്പോൾ നമ്മുടെ സിലിണ്ടേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തിയറിയിൽ അറിയാമായിരിക്കും. അറിഞ്ഞിടാത്തവരതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് ഈ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡിസ്കിനകത്ത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്ത് നമ്മൾ ഫയൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു സിലിണ്ടറിലോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലൊക്കേഷനിലോ ആവണമെന്നില്ല. ഡിസ്കിന് പല സിലിണ്ടേഴ്സായിട്ടും ട്രാക്കുകളുമായിട്ടൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ സിലിണ്ടേഴ്സിൻ്റെ ഓരോ പോർഷനിലാണ് നമ്മുടെ ഒരു ഫയലിനെ സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നത്. കാരണം ഫ്രീ സ്പേസ് എടുത്തിട്ടാണ് ഇത്. കണ്ടിന്യൂസ് ലൊക്കേഷനിൽ ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യത്തില്ല. പല പല ലൊക്കേഷനിലായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്തിടുന്നത്. കാരണം ഫ്രീ സ്പേസ് അവൈലബിൾ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 500 GB ഉള്ളൊരു ഫയലിന് നമുക്കൊരു 500 GB 1 TB ഉള്ളൊരു ഹാർഡ് ഡിസ്കിൻ്റെ സെയിം ലൊക്കേഷനകത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അത് പല പല ലൊക്കേഷനിലായിട്ടായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഫ്രീ സ്പേസുകൾ ഇങ്ങനെ കിട്ടുന്ന ഫ്രീ സ്പേസുകളെ അക്യുമുലേറ്റ് ചെയ്ത് പല പീസുകളാക്കിയാണ് ഫയലിനെ ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുമ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 5000 ലൊക്കേഷൻസ് സിലിണ്ടേഴ്സ് ഇതിനകത്തുണ്ട്. ദ പ്രോഗ്രാം ജനറേറ്റ് എ റാൻഡം സീരീസ് ഓഫ് 10 സിലിണ്ടർ റിക്വസ്റ്റ്. അത് നമ്മൾ സിലിണ്ടർ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫയലിനെ ആക്സസ് ചെയ്യുന്ന റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഫയലിനെ നമ്മൾ ആ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്ന ഒരു റിക്വസ്റ്റ്. അങ്ങനെ 10 സിലിണ്ടർ റിക്വസ്റ്റ് ഈ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ഏതർ റീഡിങ് ഓർ റൈറ്റിംഗ്. എന്തായാലും സിലിണ്ടർ ഓപ്പറേഷൻ 10 എണ്ണം നടക്കുന്നുണ്ട്. അത് പല പല സിലിണ്ടേഴ്സിലാണ് റിക്വസ്റ്റ് വരുന്നത്. ദ പ്രോഗ്രാം വിൽ ബി പാസ്ഡ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ഡിസ്ക് ഹെഡ്. അപ്പം ഇതിൽ നമ്മൾ ഫയൽ ആക്സസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് സീക്ക് ടൈം എന്നുള്ളത്. സീക്ക് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫയലിനകത്ത് റൈറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞത് പല പല ഫ്രീ സ്പേസുകളിലാണ് സ്റ്റോർ ചെയ്തിട്ടിരിക്കുന്നത്, പല സിലിണ്ടറുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് ഏതെങ്കിലും ഒരു ഇനിഷ്യൽ പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. ആ പൊസിഷനിൽ നിന്ന് നമ്മുടെ ഫയൽ ഇപ്പോൾ ഒരു 5 പീസ് ഉണ്ടെങ്കിൽ അത് 5 ഡിഫറെൻറ്റ് സിലിണ്ടേഴ്സിനകത്താണ് ഇരിക്കുന്നത്. അതിൽ ആദ്യത്തെ സിലിണ്ടറിലേക്ക് പോവേണം. എന്നിട്ട് അവിടെ എത്ര MB സ്പേസ് ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ആ സ്പേസിലിരിക്കുന്ന ഡാറ്റ റീഡ് ചെയ്തിട്ട് അടുത്ത സിലിണ്ടർ പൊസിഷനിലേക്ക് വീണ്ടും മൂവ് ചെയ്യണം. ഇങ്ങനെ ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പോയി, അടുത്തയിൽ നിന്ന് അടുത്തയിലേക്ക് പോയി, ഇങ്ങനെ 5 പീസസ് ഉണ്ടെങ്കിൽ 5
സിലിണ്ടേഴ്സിൽ നിന്ന് റീഡ് ചെയ്തിട്ടാണ് ആ ഫയലിനെ നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ റീഡ് ഓപ്പറേഷന് സ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു ഹെഡ് പൊസിഷനിൽ നിന്ന് അടുത്ത ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡാറ്റ റീഡ് ചെയ്യാനെടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യലി ഹെഡ് അവരുടെ അടുത്തിരിക്കും. നമ്മുടെ ഫയലിൻ്റെ കിടക്കുന്നത് ഏത് സിലിണ്ടറിലാണ് ഇരിക്കുന്ന ആ സിലിണ്ടർ വരെ മൂവ് ചെയ്ത് പോകാനുള്ളൊരു ടൈം, അതിനെയാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ദ പ്രോഗ്രാം വിൽ ബി പാസ്ഡ് ദ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ ഡിസ്ക് ഹെഡ് ആസ് എ പാരാമീറ്റർ ഓൺ ദ കമാൻഡ് ലൈൻ. നമ്മൾ ഈ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ നമ്മൾ കമാൻഡ് ലൈനിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ആൻഡ് വിൽ റിപ്പോർട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് മൂവ്മെൻറ്റ്സ് റിക്വയർഡ് ബൈ ദ SSTF അൽഗോരിതം. അപ്പോൾ നമ്മൾ ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടി എടുത്ത ഹെഡ് മൂവ്മെൻറ്റ് SSTF അൽഗോരിതം വഴി എങ്ങനെയാണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പാരാമീറ്റർ പാസ് ചെയ്യാനുണ്ട് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റായിട്ട്. ഒന്ന് ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ, പിന്നെ സിലിണ്ടർ റിക്വസ്റ്റ്. അത് റാൻഡമായിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ റാൻഡം നമ്പർ ജനറേഷൻ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അത് എത്ര റിക്വസ്റ്റ് ഉണ്ടെന്ന് ഇവിടെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, 10 സിലിണ്ടർ റിക്വസ്റ്റ് എന്ന്. അപ്പം നമുക്ക് അതും എത്ര നമ്പർ ഓഫ് റിക്വസ്റ്റ് എന്ന് ഉള്ളതും കമാൻഡ് ലൈനായിട്ട് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 എണ്ണം പാസ് ചെയ്യണം. ഒന്ന് ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് സിലിണ്ടർ റിക്വസ്റ്റ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് സിലിണ്ടർ റിക്വസ്റ്റ് 10 എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ നമുക്ക് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്താണ് ഈ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് അൽഗോരിതം, ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം? അത് നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം സർവീസസ് ദ റിക്വസ്റ്റ് ക്ലോസസ്റ്റ് ടു ദ കറണ്ട് ഹെഡ് പൊസിഷൻ. നമ്മൾ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ്റെ എത്ര അടുത്തിരിക്കുന്ന റിക്വസ്റ്റാണ് കിടക്കുന്നത്. കുറേ റിക്വസ്റ്റുകൾ കിടക്കും, റാൻഡമായിട്ട് കിടക്കുന്ന റിക്വസ്റ്റ് കിടക്കും. അതിൽ ആദ്യം ആർക്കാണ് സർവീസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSTF അൽഗോരിതം പറയുന്നത് ഇനിഷ്യൽ ഹെഡ് പൊസിഷന് അടുത്ത് ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന റിക്വസ്റ്റ്, ആ റിക്വസ്റ്റാണ് ആദ്യം അത് സർവീസ് ചെയ്യുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ദ ഡയറക്ഷൻ ടു മിനിമൈസ് ദ സീക്ക് ടൈം. അത് ഏത് ഡയറക്ഷനിലായാലും, either ഫോർവേഡ് ഓർ ബാക്ക്വേഡ് ഡയറക്ഷൻ ആയാലും ഇനിഷ്യൽ ഹെഡ് പൊസിഷനിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന റിക്വസ്റ്റ്, അത് ചിലപ്പം 15, നമുക്ക് 10 റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 9ാമത്തെ 10ാമത്തെ റിക്വസ്റ്റ് ആയിരിക്കും ഈ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ്റെ അടുത്ത് കിടക്കുന്ന. അതായത് ടോട്ടൽ സീക്ക് ടൈം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സിലിണ്ടർ റിക്വസ്റ്റ്, ആ റിക്വസ്റ്റ് ആയിരിക്കും ആദ്യം പ്രോസസ്സ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് SSTF അൽഗോരിതം. ഇനി ഈ അൽഗോരിതം എന്താണെന്ന് നോക്കാം. ദ പ്രോഗ്രാം, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ദ പ്രോഗ്രാം വിൽ റിസീവ് ദ ഇനീഷ്യൽ ഹെഡ് പൊസിഷൻ ഓഫ് ദ ഡിസ്ക് ആസ് എ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. ദ പ്രോഗ്രാം വിൽ ആൾസോ ജനറേറ്റ് 10 റാൻഡം സീരീസ് ഓഫ് സിലിണ്ടർ റിക്വസ്റ്റ് in between 0 and 4999 and stored in an array. Set total seek time, seek count as 0 and seek time as 0. അത് നമ്മൾ ഇനിഷ്യലി വേണ്ട ഇതെല്ലാം 0 ആക്കി സെറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ അപ്പോൾ ഇത്രയും ഇനിഷ്യൽ പൊസിഷൻ നമ്മൾ റാൻഡമായിട്ട് കുറേ റിക്വസ്റ്റ് എടുക്കുന്നു. അതിൻ്റെ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ടോട്ടൽ സീക്ക് കൗണ്ട് എന്ന് പറയുന്നത് 0 ആക്കുന്നു. വേണമെങ്കിൽ ഇനിഷ്യൽ സീക്ക് ടൈമും നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. Then second step is find the cylinder from the request array which has not been serviced yet and has a minimum positive distance from the head. അപ്പോൾ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, എവിടെയോ ഉണ്ടെന്ന് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. റാൻഡമായിട്ട് കുറേ റിക്വസ്റ്റുകൾ അതിന് കിടപ്പുണ്ട്. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സിലിണ്ടർ, ഏതോ സിലിണ്ടർ റിക്വസ്റ്റ് ഫ്രം ദ റിക്വസ്റ്റഡ് അറേ വിച്ച് ഹാസ് നോട്ട് ബീൻ സർവീസ്ഡ്, അത് സർവീസ് ചെയ്യാത്ത റിക്വസ്റ്റ്. ഇപ്പം നമ്മൾ
ഓരോ റിക്വസ്റ്റ് എടുക്കുക, അത് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്ത് വയ്ക്കും. സർവീസ് ചെയ്യാത്ത റിക്വസ്റ്റുകളെ പിന്നെ വരുമ്പോൾ വീണ്ടും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സർവീസ് ചെയ്യാത്ത റിക്വസ്റ്റുകളിൽ ഹെഡ് പൊസിഷന് തൊട്ട് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, അതായത് മിനിമം പോസിറ്റീവ് ഡിസ്റ്റൻസ് ഫ്രം ദ ഹെഡ്, ആ റിക്വസ്റ്റാണ് സർവീസ് ചെയ്യുന്നത്. ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ദെൻ അത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രിമെൻ്റ് ദ ടോട്ടൽ സീ കൗണ്ട് വിത്ത് ദിസ് പോസിറ്റീവ് ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ഡിസ്റ്റൻസുമായിട്ട് ആഡ് ചെയ്യുക. സീക്ക് ടൈമാണ് ഇവിടെ കൗണ്ട് എന്നുള്ളത്. സീക്ക് കൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ആഡ് ചെയ്യുക. ദെൻ കറൻ്റ്ലി സർവീസ്ഡ് സിലിണ്ടർ പൊസിഷൻ നൗ ബിക്കംസ് ദ ന്യൂ ഹെഡ് പൊസിഷൻ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സപ്പോസ് ഇത് ഇനിഷ്യലി ഹെഡ് പൊസിഷൻ 10ാമത്തെ സിലിണ്ടറിലാണ് ഇരിക്കുന്നത്. 196ാമത്തെ സിലിണ്ടറാണ് അതിൻ്റെ ഏറ്റവും നമുക്ക് റിക്വസ്റ്റുകളിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന റിക്വസ്റ്റ് എങ്കിൽ ഈ 10ാമത്തെ ഹെഡ് പൊസിഷനാണ് കറണ്ട് ഇനിഷ്യൽ പൊസിഷൻ. ആ പൊസിഷനിൽ നിന്ന് അത് 193ാമത്തെ പൊസിഷനിലേക്ക് സിലിണ്ടർ പൊസിഷനിലേക്ക് മൂവ് ചെയ്തു പോകും. അതാണ് ദാറ്റ് ഈസ് ദ സീക്ക് ടൈം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തു. ദെൻ ദ ഹെഡ് പൊസിഷൻ വിൽ ബി ദ 193th പൊസിഷൻ, സിലിണ്ടർ പൊസിഷൻ. ദാറ്റ് ഈസ് ദ കറണ്ട് സർവീസ്ഡ് സിലിണ്ടർ പൊസിഷൻ നൗ ബിക്കം ദ ന്യൂ ഹെഡ് പൊസിഷൻ. എവിടെയാണോ മൂവ് ചെയ്തിരിക്കുന്നത് അതാണ് ന്യൂ പൊസിഷൻ. റിപ്പീറ്റ് സ്റ്റെപ്പ് 2 to 4 ഇവിടെ മുതലുള്ള സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക അണ്ടിൽ all cylinder in the new request array have not been completed. ആ റിക്വസ്റ്റ് അറേയിലുള്ള കംപ്ലീറ്റ് റിക്വസ്റ്റും പ്രോസസ്സ് ചെയ്യുന്നത് വരെ ഈ 2 to 4 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് SSTF അൽഗോരിതം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിക്വസ്റ്റുകളാണ്, സിലിണ്ടർ റിക്വസ്റ്റാണ്. 98th സിലിണ്ടറിൽ 183, 37, 123 ഇതെല്ലാം സിലിണ്ടർ നമ്പറുകളാണ്. 100, 14, 123, 150, 65, 87 അങ്ങനെ 10 റിക്വസ്റ്റുകളാണ് ഈ കിടക്കുന്നത്. ഇത് ഓരോന്നിൻ്റെ സിലിണ്ടർ നമ്പറുകളാണ് കിടക്കുന്നത്. ദെൻ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 53th സിലിണ്ടറിലാണ് ഇപ്പം ഹെഡ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സീക്ക് കൗണ്ടാണ് അല്ലെങ്കിൽ സീക്ക് ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു കഴിഞ്ഞാൽ ഈ SSTF അൽഗോരിതം പറയുന്നത് 53th സിലിണ്ടറിലാണ് നമ്മുടെ ഹെഡ് ഇപ്പോൾ ഇനിഷ്യലി നിൽക്കുന്നത്. ഈ റിക്വസ്റ്റുകളിൽ 53യുടെ അടുത്ത് ആയിട്ട് വരുന്ന സിലിണ്ടർ റിക്വസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചിട്ട് ആ സിലിണ്ടർ റിക്വസ്റ്റാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ഐട്രേഷൻ 1, ഒന്നാമത്തെ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കംപ്ലീറ്റ് റിക്വസ്റ്റും ചെയ്യുകയാണ്. അതിൽ ആദ്യം ചെയ്യുമ്പോൾ സിലിണ്ടർ റിക്വസ്റ്റ് വിത്ത് മിനിമം ഡിസ്റ്റൻസ് ഫ്രം 53 എന്ന ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ ഈ 65, 65ാമത്തെ സിലിണ്ടർ റിക്വസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് 12ആണ്. സീക്ക് ടൈം 12. സോ ദ ടോട്ടൽ സീക്ക് ടൈം ഈസ് 12. മനസ്സിലായി? അപ്പം 53th പൊസിഷനിൽ നിന്ന് സിലിണ്ടർ നേരെ 65ൽ എത്തി. ഇനി അടുത്ത കറണ്ട് ഹെഡ് പൊസിഷൻ 65 ആണ്. സെക്കൻഡ് ഐറ്ററേഷൻ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 65 ഈസ് ഓൾറെഡി പ്രോസസ്ഡ്. ഇനി അടുത്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ 65 കൺസിഡർ ചെയ്തില്ല, ഓൾറെഡി ഇത് സർവീസ് ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്കിയാണ് അടുത്ത ഐറ്ററേഷനിൽ വരുന്നത്. അടുത്ത ഐറ്ററേഷനിൽ ഈ 65ൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന റിക്വസ്റ്റ് 87 ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് 22. അപ്പം 12 + 22 ആണ് ടോട്ടൽ സീക്ക് ടൈം, അത് 34. അപ്പോൾ 65ഉം 87ഉം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ദ നെക്സ്റ്റ് ഐറ്ററേഷൻ 87ൽ നിന്ന് അടുത്ത റിക്വസ്റ്റ് കിടക്കുന്നത് 98ലോട്ടാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് 11 ആണ്. അപ്പം 34 + 11 45 ആണ് ടോട്ടൽ സീക്ക് ടൈം. ദെൻ ഫോർത്ത് ഐറ്ററേഷനിൽ നമ്മുടെ 98 ആണ് പുതിയ ഹെഡ് പൊസിഷൻ. 98ന് അടുത്ത് കിടക്കുന്ന റിക്വസ്റ്റ് 100 ആണ്. അത് ഡിസ്റ്റൻസ് 2 ആണ്. സോ ടോട്ടൽ ടൈം സീക്ക് ടൈം ഈസ് 45 + 2 47. ഇനി അടുത്ത 5th ഐറ്ററേഷൻ വരുമ്പോൾ നമ്മുടെ ഹെഡ് പൊസിഷൻ ഇപ്പോൾ 100ലാണ് ഇരിക്കുന്നത്. 100നോട് അടുത്ത് വരുന്ന റിക്വസ്റ്റ് 122 എന്നാണ് റിക്വസ്റ്റാണ്. അവിടെ ഡിസ്റ്റൻസ് 22.
അപ്പം ഹെഡ് പൊസിഷൻ 122-3, ടോട്ടൽ സീക്ക് ടൈം 47 + 22 69. ദെൻ അടുത്ത സിക്സ്ത് ഐറ്ററേഷനിൽ 122 അടുത്ത് കിടക്കുന്ന റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ 124 ആണ്, അതിൻ്റെ ഡിസ്റ്റൻസ് 2. സോ ടോട്ടൽ ടൈം സീക്ക് ടൈം ഈസ് 69 + 2 71. Then next iteration is 7th iteration. The cylinder request with the minimum distance from 124 is 150. So the distance is 26 and total seek time is 71 + 26 97. Then the 8th iteration 150 യോട് അടുത്ത് കിടക്കുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസിലുള്ള റിക്വസ്റ്റാണ് 183. അതിൻ്റെ ഡിസ്റ്റൻസ് 33 ആണ്. സോ 97 + 33 ഈസ് 130. ഓക്കെ, അടുത്ത 9th ഐറ്ററേഷനാണ് 183യുടെ അടുത്ത് കിടക്കുന്ന റിക്വസ്റ്റും 183യിൽ അടുത്ത് കിടക്കുന്ന റിക്വസ്റ്റ്. ഇനി ബാക്കി 37ഉം 14 ഉള്ളൂ, ബാക്കിയെല്ലാം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 183യുടെ ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന റിക്വസ്റ്റിന് 37th സിലിണ്ടറാണ്. അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 146. സോ ദ ടോട്ടൽ സീക്ക് ടൈം ഈസ് 130 + 146 ഈസ് 276. ദെൻ ദ ലാസ്റ്റ് റിക്വസ്റ്റ് ഈസ് 14. ദാറ്റ് ഈസ് ഫ്രം 37 to 40 the distance is 23. So the total seek time is 276 + 23, it is 299. അപ്പോൾ ഇതാണ് ടോട്ടൽ സീക്ക് ടൈം. മനസ്സിലായില്ലേ? അതിൻ്റെ ഡിസ്റ്റൻസ് അല്ല, നമ്മുടെ സീക്വൻസ് റിക്വസ്റ്റ് സർവീസ് സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ 53, 67, 87, 98, 100, 122, 123, 150, 180, 1. അപ്പോൾ ഇതുവരെ ഒരേ ഡയറക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ പോയിട്ട് അത് നേരെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് വരിക, താഴേക്കാണ് വരുന്നത്. 37ലേക്ക് വരുന്നു, 37 14ലേക്ക് വരുന്നു. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് മിനിമം സീക്ക് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ അൽഗോരിതം ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് ഞാനൊരു സാമ്പിൾ ചെയ്തതാണ്. ഇത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പം റാൻഡം നമ്പർ ജനറേഷൻ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. നമ്മൾ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കിട്ടില്ല. കാരണം ഇവിടെ നമ്മളെ നമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത് മിനിമം 0 മാക്സിമം 4999 ആണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സീക്വൻസ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ടോട്ടൽ സീക്ക് ടൈം എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോഗ്രാം എഴുതാം. std-lib നമ്മൾ അറ്റോയ് ഫംഗ്ഷൻ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റായിട്ട് 2 ഡാറ്റ എടുക്കുന്നുണ്ടാണ്. പിന്നെ ടൈം ഡോട്ട് എച്ച് റാൻഡം നമ്പറിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഞങ്ങൾ മെയിൻ എഴുതാം. ആർഗ്യുമെൻ്റ് കൗണ്ട്, ആർഗ്യുമെൻ്റ് വാല്യൂ. നമുക്ക് 2 ആർഗ്യുമെൻ്റ് ഉണ്ടോയെന്നാണ്. ടോട്ടൽ 3 ആർഗ്യുമെൻ്റ്. ഫസ്റ്റ് നമ്മൾ എ ഡോട്ട് ഔട്ട്, ദെൻ 2 ആർഗ്യുമെൻ്റ്. ഞാൻ ഓൾറെഡി ഇനിഷ്യൽ ഹെഡ് പൊസിഷനും കൊടുക്കുന്നുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് റിക്വസ്റ്റും കൊടുക്കുന്നുണ്ട്. ഇത് ആൾറെഡി 10 എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാനിത് അതും കൂടെ അങ്ങ് കൊടുക്കുകയാണ്. ആർഗ്യുമെൻ്റ് കൗണ്ട് 3 ആണെങ്കിൽ അത് ചെയ്താൽ മതി. അവിടെയാണ് ആരെ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഹെഡ് പൊസിഷൻ ഏതാണെന്ന് കൊടുക്കുന്നു.
ദെൻ റിക്വസ്റ്റ് നമ്മൾ സിലിണ്ടർ റിക്വസ്റ്റുകളാണ്. ഞാനൊരു 50 റിക്വസ്റ്റ് വയ്ക്കുകയാണ്. ദെൻ ടോട്ടൽ റിക്വസ്റ്റ് എന്നാണ് നമ്മുടെ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റായിട്ട് വരുന്ന ടോട്ടൽ റിക്വസ്റ്റ് എടുക്കുന്നു. ദെൻ വിസിറ്റ് എന്നൊരു അറേ വയ്ക്കുന്നു. അത് നമ്മൾ ആ അൺവിസിറ്റഡ് നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ദ സിലിണ്ടർ ഫ്രം ദ റിക്വസ്റ്റ് അറേ വിച്ച് ഹാസ് നോട്ട് ബീൻ സർവീസ്ഡ് യെറ്റ്. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അത് ഞാനൊരു 50 ലൊക്കേഷൻ അതിൻ്റെ ഇനിഷ്യലി എല്ലാ എലമെൻറ്റ്സിനും 0 ആക്കുകയാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലേക്ക് എലമെൻറ്റ് 0 ആക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അറേയുടെ എല്ലാ എലമെൻറ്റും 0 ആയി മാറിക്കോളും. ദെൻ പിന്നെ നമുക്ക് വേണ്ടത് കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ 0 ആക്കി വയ്ക്കുന്നു. ടോട്ടൽ സീക്ക് ടൈമിന് 0 ആക്കി വയ്ക്കുന്നു. അപ്പോൾ ഇത്രയും വയ്ക്കാം. നമുക്ക് വേണ്ടത് സമയത്ത് നമുക്ക് എടുക്കാം. നമ്മൾ ഹെഡ് ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് വരുന്നുണ്ട്. ആർഗ്യുമെൻ്റ് വാല്യൂ 1, ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ, സെക്കൻഡ് ടോട്ടൽ നമ്പർ ഓഫ് റിക്വസ്റ്റ്. ടോട്ടൽ റിക്വസ്റ്റ് ഈസ് ഈക്വൽ ടു ആർഗ്യുമെൻ്റ് വാല്യൂ 2 ടോട്ടൽ റിക്വസ്റ്റ്. ഇനി നമുക്ക് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾ ഇൻറ്റ് മിനിമം ഇസ് ഈക്വൽ ടു 0, മാക്സ് ഇസ് ഈക്വൽ ടു 4999 പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്ക് srand എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. srand എന്നൊരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ളതാണ് srand എന്നൊരു ഫംഗ്ഷൻ. എന്നുണ്ട് srand എന്നൊരു ഫംഗ്ഷൻ ഞാൻ എഴുതി. ഇനി നമ്മുടെ സിലിണ്ടർ സീക്വൻസ് സിലിണ്ടർ റിക്വസ്റ്റ് അത് കൊടുക്കുകയാണ്. ഫോർ ഇൻ്റെ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ടോട്ടൽ റിക്വസ്റ്റ് ഐ പ്ലസ് പ്ലസ്. ഇവിടെ തന്നെ ഒന്നുകിൽ നമുക്കൊരു വേരിയബിളിനകത്തോട്ട് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, അതല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത് അറേക്കകത്തോട്ട് തന്നെ ഐ is equal to റാൻഡം എന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. അതിന് മോഡുലസ് ഓഫ് മാക്സ് മൈനസ് മിൻ പ്ലസ് 1 പ്ലസ് മിൻ. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ജനറേറ്റ് എ റാൻഡം നമ്പർ ബിറ്റ്വീൻ ദ മിനിമം ആൻഡ് ദ മാക്സിമം. and printf %d backslash n ആ നമ്പറിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യാണ്. റിക്വസ്റ്റ് ഇത് നമ്മൾ റാൻഡം നമ്പർ ജനറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് മൂവ്മെൻറ്റ് അൽഗോരിതം എങ്ങനെയാണ് പോകുന്നതെന്ന് ബൈ SSTF അൽഗോരിതം വഴി എങ്ങനെയാണ് ഹെഡ് മൂവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. printf head movements by SSTF algorithm. ഇനിഷ്യലി നമ്മൾ ഹെഡ് പൊസിഷൻ ഇരിക്കുന്നത് ഹെഡ് എന്നുള്ള അതിനകത്താണ് ഇരിക്കുന്നത്. അവിടെ നിന്ന്
ആണ് മൂവ് ചെയ്തു ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈൽ ഇനിയാണ് നമ്മുടെ ഐട്രേഷൻസ് ആരംഭിക്കുന്നത്. ഇവിടെ പറയുന്ന ഈ പറയുന്ന ഐട്രേഷൻ വഴിയാണ് ഇനി നമ്മൾ പ്രോഗ്രാം പോകുന്നത്. ഈ ഐട്രേഷൻ വഴി വൈൽ കൗണ്ട് ലെസ് ദാൻ ടോട്ടൽ റിക്വസ്റ്റ് മിനിമം ഡിസ്റ്റൻസ് നമ്മൾ ഈ ഓരോ എലമെൻറ്റ് ഹെഡ് പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് അതിൽ ഏറ്റവും ലോവസ്റ്റാണ്. ഓരോ ഇനിഷ്യൽ ഹെഡ് പൊസിഷനിൽ നിന്ന് ഓരോ റിക്വസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതിൽ ഏറ്റവും മിനിമം ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ മിനിമത്തിന് ഇനിഷ്യലി മാക്സിമം ഡിസ്റ്റൻസ് ഞാൻ 5000 ലൊക്കേഷൻ സിലിണ്ടർ ആയതുകൊണ്ട് 5000 എന്ന് കൊടുത്തിരിക്കുകയാണ്, സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓരോ റിക്വസ്റ്റുകളും എടുക്കും. 4 ഇൻറ്റ് I is equal to 0, I less than total request, then I plus plus. ഇവിടെ നമ്മൾ if visit നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന find the cylinder from the request array which has not been serviced എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിസിറ്റ് എന്ന് പറയുന്ന അറേയിൽ 8th പൊസിഷനിലിരിക്കുന്ന നമ്മൾ ഓരോ റിക്വസ്റ്റ് അറേ ഇരിക്കുന്ന എലമെൻറ്റ് 0 ആണെന്ന് നോക്കും. നമ്മൾ ഇനിഷ്യലി എല്ലാത്തിനെയും 0 ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും റിക്വസ്റ്റ് സർവീസ് ചെയ്യേണ്ട കറസ്പോണ്ടിങ് വിസിറ്റ് എന്ന് പറയുന്ന അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ അതിനെ നമ്മൾ 1 ആക്കും. ദാറ്റ് മീൻസ് ദാറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സർവീസ്ഡ്. അപ്പോൾ 2 അറേ ഉണ്ട്. ഒന്ന് അറേ നമ്മൾ റിക്വസ്റ്റ് സിലിണ്ടർ ലൊക്കേഷനും ഒന്ന് വിസിറ്റ് എന്ന് പറഞ്ഞ അറേ, ആ അറേയുടെ എല്ലാ ഇൻഡെക്സ് പൊസിഷൻ 0 ആക്കും. ഏതെങ്കിലും റിക്വസ്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ 5th റിക്വസ്റ്റ് നമ്മൾ സിലിണ്ടർ റിക്വസ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റിൻ്റെ 5th നമ്മൾ 1 ആക്കി മാറ്റും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ അത് 0 ആണെന്ന് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ വിസിറ്റ് ചെയ്തില്ല, സർവീസ് ചെയ്തില്ലെന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട്. നമുക്ക് പോസിറ്റീവ് ഡിസ്റ്റൻസാണ് വേണ്ടത്. ആഡ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു കാരണവശാലും നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഹെഡ് മൈനസ് റിക്വസ്റ്റ് I. ഇവിടെ ഇഫ് ഡിസ്റ്റൻസ് ലെസ് ദാൻ മിൻ ഡിസ്റ്റൻസ് ആണെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ഇതാക്കി മാറ്റും. മിൻ ഡിസ്റ്റൻസ് dist is equal to dist. then ഇൻഡെക്സ് എന്നൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതിന് ഐ എടുത്ത് ഇൻഡെക്സ് എന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഞാനിവിടെ ഇൻഡെക്സ് എന്നൊരു വേരിയബിളിലൂടെ ഡിക്ലെയർ ചെയ്യും. INDX ഡിക്ലെയർ ചെയ്യും. കാരണം ആ ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ ഏത് ലൊക്കേഷനിലിരിക്കുന്ന ഏത് റിക്വസ്റ്റാണ് നമ്മുടെ മിനിമം എന്നറിയാൻ വേണ്ടിയിട്ടാണ് റിക്വസ്റ്റിന് ഇൻഡെക്സും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ലൂപ്പ് ഫുള്ള് കഴിഞ്ഞ് ആ ഐറ്ററേഷൻ ഫുള്ള് കഴിഞ്ഞാൽ വിസിറ്റ് INDX is equal to 1 ആക്കുന്നു. അതാണ് ആ ഇൻഡെക്സിലിരിക്കുന്ന റിക്വസ്റ്റാണ് ഏറ്റവും ചെറുത്, അതുകൊണ്ടാണ് അതിനെ 1 ആക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 0 ആവില്ല, കാരണം അത് ആൾറെഡി 1 ആയിപ്പോയി. അതുകൊണ്ട് ആ റിക്വസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യാൻ അടുത്തയിലേക്ക് പോകും. അത് 1 ആയി. ഇനി ഹെഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് INDX ആണ് പുതിയ ഹെഡ് പൊസിഷൻ. ഇനി ടോട്ടൽ സീക്ക് ടൈം ഇസ് ഈക്വൽ ടു ടോട്ടൽ സീക്ക് ടൈം പ്ലസ് മിനിമം ഡിസ്റ്റൻസ് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. then അതിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ഓഫ് ആ റിക്വസ്റ്റിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യുക. %d. ഇനി അതിൻ്റെ %d എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ 53 നിന്ന് 67, 53 ആരോ കഴിഞ്ഞ് ഇവിടെ 67 വരും. ദെൻ അതിൻ്റെ ആ 67 കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 53 ആൻഡ് 67 എത്രയാണെന്ന് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നു. %d. ദെൻ വീണ്ടും ആരോ കൊടുക്കുക.
കോമ ആദ്യം നമ്മളെ ഹെഡ്, രണ്ടാമത്തത് മിനിമം ഡിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ. ഇത്രയാകുമ്പോൾ ഇത് പ്രോസസ്സ് കഴിയും. ഇനി നമ്മൾ വേണ്ടത് ഇവിടെ വന്നിട്ട് printf total seek time equals %d \n dot seek. ഇഫ് അവിടെ ക്ലോസ് ചെയ്യുക, നമ്മൾ വൈൽ കൂടെയും ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. സിമ്പിൾ പ്രോഗ്രാമാണ്. ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് ഡിസ്ക് ഷെഡ്യൂളിങ്. ഓക്കെ, കമ്പൈൽ ചെയ്ത് നോക്കാം. മിൻ ഡിസ്ക് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇവിടെ മിൻ ഡിസ്റ്റ് ഡിസ്റ്റൻസ് ഡിക്ലെയർ ചെയ്തു. ഡിസ്റ്റ്. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് റൺ ചെയ്യാം. ./a.out ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ നമ്മൾ 4999, ഞാൻ 2600 വയ്ക്കുകയാണ് ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് റിക്വസ്റ്റ് 10 കൊടുത്തു. ഓക്കെ, ഹെഡ് മൂവ്മെൻറ്റ് അതെന്ന് നോക്കിയാൽ നമ്മൾ ഇനീഷ്യൽ മൂവ്മെൻറ്റ് എന്നാണ് ആ 2600 നിന്നാണ് തുടങ്ങുന്നത്. ഈ 2600-ൽ ഏറ്റവും അടുത്തുമായിട്ടിരിക്കും നോക്കുമ്പോൾ 2693 കണ്ട് 2693 ഉണ്ട്. 2539 ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ 2539, 2693 2539, 2600 അത് 61 കിട്ടും. മറ്റത് 2693 എന്ന് പറഞ്ഞാൽ 91. അപ്പോൾ ഈ 63 ഷോർട്ടസ്റ്റ് മിനിമം ഡിസ്റ്റൻസ് ഉള്ള ഈ റിക്വസ്റ്റാണ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൽ നിന്ന് അടുത്തേക്ക് പോകും. ഇങ്ങനെ പോയി ടോട്ടൽ സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 6025 എന്നാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ടോട്ടൽ സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 6025 എന്നാണ്. നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻറ്റുമായി കാണാം. ടിൽ ദെൻ ബൈ.